ചെറിയ പയ്യൻ അവൻ്റെ അനിയത്തിക്ക് വേണ്ടി ഒരു നായ്ക്കുട്ടീനെ ഒരു വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവരികയാണ്. എന്നിട്ട് ഇവൻ്റെ അനിയത്തി കിടക്കുന്ന ബെഡ് സൈഡിൽ വെക്കുന്നു. ഈ അനിയത്തിക്കുട്ടി രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഒരു പട്ടിക്കുട്ടി അടുത്ത് കിടക്കുന്നതാണ് കാണുന്നത്. അനിയത്തിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ട് അതിനെ കുറച്ചു നേരം കൊഞ്ചിച്ചിട്ട് അതിന് ഹാർട്ടി എന്ന് പേര് വെക്കുകയാണ്. രണ്ട് കുട്ടികൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ഇവരുടെ അച്ഛൻ മരിച്ചപ്പോൾ ആ രണ്ട് കുട്ടികളെയും തനിച്ചാക്കി അവരുടെ അമ്മ വേറൊരാളുടെ കൂടെ പോയതാണ്. ആരില്ലേലും ഞാൻ എൻ്റെ പെങ്ങളെ എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ സന്തോഷമാക്കി വെക്കുമെന്ന് ഈ പയ്യൻ തീരുമാനിക്കുന്നു. ഈ അനിയത്തിക്കുട്ടിക്കാണെങ്കിൽ ആ പട്ടിക്കുഞ്ഞിനെ കിട്ടിയത് തൊട്ട് ഭയങ്കര സന്തോഷമാണ്. ഇതിനെ ഡെയിലി കുളിപ്പിക്കുകയും പാല് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ കുഞ്ഞാണ്. ഇപ്പൊ ശരിക്കും ഒരു ഫാമിലി പോലെയാണ് ജീവിക്കുന്നത്. ഒരു ദിവസം ഈ അനിയത്തിക്കുട്ടി എന്തോ ബാഗിൽ ഒളിപ്പിച്ച് വീടിന്റെ പുറത്തേക്ക് ഇങ്ങനെ വരികയാണ്. ഇത് നമ്മുടെ പട്ടിക്കുഞ്ഞ് കണ്ടിട്ട് ഇവളെന്തോ കള്ളത്തരം ഒപ്പിക്കുകയാണെന്നുള്ള ഭാവത്തിൽ ആ പെങ്ങളുട്ടീനെ ഇങ്ങനെ നോക്കുമ്പോൾ ആ കുട്ടി ആ പട്ടിക്കുഞ്ഞിനോട് മിണ്ടരുതെന്ന് പറയാണ്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഈ ചേട്ടൻ ചക്കൻ വന്നിട്ട് ആരാ ബെഡിൽ സാധിച്ചു വെച്ചെന്ന് ചോദിക്കുന്നു. ഈ പെങ്ങളുട്ടിയാണെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി ആ പട്ടിക്കുഞ്ഞിനെ ചൂണ്ടി കാണിച്ചു കൊടുക്കാണ്. എന്നാൽ നമ്മുടെ പട്ടിക്കുട്ടിയാണെങ്കിൽ ഞാനൊന്നല്ല എന്നുള്ള മട്ടിൽ ആ കുട്ടി ഉണ്ടോന്ന ബാഗ് ആ ചേട്ടന്റെ അടുത്തേക്ക് കൊടുക്കാണ്. ചേട്ടൻ ചക്കൻ ആ ബാഗ് എടുത്ത് നോക്കിയപ്പോൾ ഈ കൊച്ചു കാന്താരി മൂത്രം ഒഴിച്ചിട്ട് അടിവസ്ത്രം കളയാൻ വേണ്ടി നോക്കുകയായിരുന്നു. ഈ ചേട്ടനാണെങ്കിൽ വഴക്ക് പറയാണ്ട് പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞിട്ട് അനിയത്തിനെ ആശ്വസിപ്പിക്കുകയാണ്. ഒരു ദിവസം ഈ അനിയത്തി കുട്ടിയാണെങ്കിൽ അമ്മേനെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടിയാണെങ്കിൽ അമ്മ വാങ്ങിക്കൊടുത്ത ബാഗും കെട്ടിപ്പിടിച്ചാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ചേട്ടൻ ചക്കനാണെങ്കിൽ ഇത് കണ്ടിട്ട് സങ്കടം വരികയാണ്. ഇവളെ ഹാപ്പിയാക്കി വെക്കാനാണ് ഈ ചേട്ടൻ ജീവിക്കുന്നത് തന്നെ. ഈ കുട്ടി കരച്ചിൽ നിർത്താത്തതുകൊണ്ട് തന്നെ ഈ ചേട്ടൻ ചക്ക ആ കൊച്ചിനെ വഴക്ക് പറയാണ്. ഇവനാണെങ്കിൽ രാത്രി അനിയത്തിനെ വഴക്ക് പറഞ്ഞതോർത്ത് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ പട്ടിക്കുഞ്ഞ് വരികയാണ്. ഈ പട്ടിക്കുഞ്ഞിനോട് ഈ ചേട്ടൻ എനിക്ക് എന്തേലും പറ്റിയ എന്റെ അനിയത്തിനെ നീ നന്നായി നോക്കണേ, നീ അവളെ ഉപേക്ഷിച്ച് പോവരുതെന്നും പറയുന്നു. ദിവസമായിട്ട് ഈ അനിയത്തിക്കുട്ടീനെ സങ്കടം മാറാത്തതുകൊണ്ട് തന്നെ അവളെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടി ഇവർ മൂന്ന് പേരും കൂടി അവിടെയുള്ള ഒരു ഐസ് പാർക്കിലേക്ക് പോകും. അങ്ങനെ കളിക്കുന്നതിന്റെ ഇടയിൽ ഈ ചേട്ടൻ ചക്കന് മൂത്രം ഒഴിക്കാൻ മുട്ടിയിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ആ അനിയത്തിനെ ആ പട്ടിക്കുട്ടീനെ ഏൽപ്പിച്ചിട്ട് അവിടുന്ന് പോവുകയാണ്. ഈ പട്ടിക്കുട്ടിയാണെങ്കിൽ ഒരു പട്ടം പറന്നു വന്നത് കണ്ടിട്ട് പട്ടത്തിന്റെ അടുത്തേക്ക് പോവുകയാണ്. ഈ പട്ടിക്കുട്ടി അവിടെ നിന്ന് ആ പട്ടം മണത്തോണ്ടിരിക്കും. പെട്ടെന്ന് ഐസ് പൊട്ടിയിട്ട് അതിന്റെ അടിയിലുള്ള വെള്ളത്തിലേക്ക് ഈ പട്ടിക്കുട്ടി വീണു പോകുന്നു. ഇത് കണ്ടപ്പോഴേക്ക് ആ അനിയത്തിക്കുട്ടി ആ പട്ടിക്കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് ഓടി വരികയാണ്. ഇത് ദൂരത്തുനിന്ന് കണ്ട ആ ചേട്ടൻ ചക്കനാണെങ്കിൽ അനിയത്തി ഇപ്പൊ അതിലേക്ക് വീഴുമല്ലോ എന്നും പേടിച്ചിട്ട് അവളെ രക്ഷിക്കാനായിട്ട് ഓടി വരുന്നു. ഓടി എത്തിയപ്പോഴേക്ക് ഈ അനിയത്തിക്കുട്ടി നിൽക്കുന്ന സ്ഥലത്ത് ഐസ് പൊട്ടിയിട്ട് അവളും വെള്ളത്തിലേക്ക് വീണു പോവാണ്. ഈ ചേട്ടൻ ചക്കനാണെങ്കിൽ അവളെ രക്ഷിക്കാനായിട്ട് വെള്ളത്തിലേക്ക് ചാടാൻ നിൽക്കുന്നത് കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം അവനെ പിടിച്ച് മാറ്റാണ്. ആ ചേട്ടൻ ചക്കന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. പെട്ടെന്ന് ആ പട്ടി മാത്രം ആ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കയറി വരികയാണ്. ആ പട്ടിക്കുട്ടിക്കാണെങ്കിൽ അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ അനിയത്തിക്കുട്ടി എവിടെയെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ ചക്കനാണെങ്കിൽ ഈ പട്ടിക്കുഞ്ഞ് കാരണമാണല്ലോ തന്റെ അനിയത്തി മരിച്ചതെന്ന് പറഞ്ഞിട്ട് പട്ടിക്കുട്ടിനോട് ദേഷ്യമായിട്ട് പെരുമാറാനായിട്ട് തുടങ്ങുകയാണ്. നമുക്കിതിനെ പട്ടിക്കുഞ്ഞ് പട്ടിക്കുഞ്ഞ് എന്ന് വിളിക്കാം, ഹാർട്ടി എന്ന് വിളിക്കാം. ഈ ചേട്ടൻ ചക്കനാണെങ്കിൽ ദിവസം തോറും ഹാർട്ടിനോടുള്ള വെറുപ്പ് കൂടി വരുന്നതുകൊണ്ട് തന്നെ ഹാർട്ടിനെ ആ വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് ഇവന്റെ അമ്മേനെ അന്വേഷിച്ച് പോകാനായിട്ട് തീരുമാനിക്കുന്നു. ഈ ചേട്ടൻ ചക്കനാണെങ്കിൽ എന്ത് പറഞ്ഞിട്ട് ഉപദ്രവിച്ചിട്ട് ഹാർട്ടി ആണെങ്കിൽ ഇവന്റെ പിന്നാലെ തന്നെ പോവുകയാണ്. പാവല്ലേ, അല്ലേലും പട്ടികൾക്ക് കുറച്ച് സ്നേഹം കൂടുതലാണ്. ഈ ചേട്ടൻ ചക്കൻ ട്രെയിനിൽ കയറി പോകുന്നത് കണ്ടിട്ട് നമ്മുടെ ഹാർട്ടിയും ട്രെയിനിലേക്ക് കയറാൻ വേണ്ടി ട്രെയിനിന്റെ പിന്നാലെ പോവാണ്. ട്രെയിൻ വേഗത്തിൽ പോയതുകൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ടിക്കും അതിന്റെ പിന്നാലെ ഓടിയെത്താനായിട്ട് പറ്റുന്നില്ല. ഇതാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ തെണ്ടി നടന്ന് ഫൈനലി ആ ചെക്കനുള്ള സ്ഥലം കണ്ടുപിടിച്ച് അവിടേക്ക് വരികയാണ്. ഈ ചേട്ടൻ ചക്കനാണെങ്കിൽ എവിടേക്കോ അന്വേഷിച്ചിട്ട് സ്വന്തം അമ്മേനെ കണ്ടുപിടിക്കുന്നു. ഇവൻ നോക്കുമ്പോൾ ഇവന്റെ അമ്മ വേറെ ആളുടെ കൂടെ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. ഈ അമ്മയാണെങ്കിൽ ആ ചെക്കനെ കണ്ടപ്പോൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അനിയത്തിക്കുട്ടി എവിടെയെന്ന് പോലും ചോദിക്കാണ്ട് ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരരുത്, ഞാൻ അമേരിക്കയിലേക്ക് പോവാന്ന് പറയുന്നു. ഇവനാണെങ്കിൽ ഒന്നും പറയാണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ ഇവൻ തിരിച്ച് നാട്ടിലേക്ക് പോകാനായിട്ട് ബസ് കയറിയപ്പോൾ ഇവനെ പോലെ തന്നെ ആരും ഇല്ലാത്ത കുറച്ച് കുട്ടികളെ പിച്ചെടുക്കുന്നത് കാണുന്നു. ചേട്ടൻ ചക്കനാണെങ്കിൽ എനിക്കും ആരും ഇല്ലല്ലോ, ഞാനെന്തിനാ ഇനി ഒറ്റയ്ക്ക് ജീവിക്കുന്നതെന്ന് ചിന്തിച്ച് ആ പിച്ചെടുക്കുന്ന കുട്ടികളുടെ കൂടെ പോകാനായിട്ട് തീരുമാനിക്കുന്നു. ഇവിടെ നമ്മളെ ഹാർട്ടി ആണെങ്കിൽ ഇവൻ അന്വേഷിച്ചിട്ട് ആ നാട് മൊത്തം നടക്കുകയാണ്. ഹാർട്ടി ആണെങ്കിൽ അവിടെ ഒരു കുട്ടീനെ കണ്ടപ്പോൾ അത് അനിയത്തി കുട്ടി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയാണെങ്കിൽ പട്ടീനെ കണ്ട് പേടിച്ചിട്ട് അതിന്റെ അമ്മേന്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നു. അയ്യോ ഇതും അല്ലല്ലോ അനിയത്തി കുട്ടി എന്ന് മനസ്സിലാക്കി ഇനി എങ്ങനെ അവരെ കണ്ടുപിടിക്കും ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ചേട്ടൻ ചക്കനാണെങ്കിൽ അവന്റെ പുതിയ കൂട്ടുകാരുള്ള സ്ഥലത്തേക്ക് പോയി നോക്കിയപ്പോഴാണ് ഇവനൊരു കാര്യം മനസ്സിലാവുന്നത്. ഇവൻ വന്ന് പെട്ടിട്ടുള്ളത് കുട്ടികളെ പിച്ചെടുപ്പിക്കുന്ന ഒരു ഗ്യാങ്ങിന്റെ ഉള്ളിലാണെന്ന്. ഈ ചേട്ടൻ ചക്കനാണെങ്കിൽ എന്തായാലും എനിക്ക് ആരും ഇല്ല, എന്നാ പിന്നെ ഇവരുടെ കൂടെ തന്നെ അങ്ങ് താമസിച്ചേക്കാന്ന് തീരുമാനിക്കുന്നു. ഇവൻ പിച്ചെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്തുനിന്ന് സൗണ്ട് കേട്ടിട്ട് അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ അവിടെ കുറെ പട്ടിപിടുത്തക്കാർ ചേർന്നിട്ട് ഒരു പട്ടീനെ പിടിക്കാനായിട്ട് നോക്കുകയാണ്. ഇവൻ ആ പട്ടീനെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് അത് നമ്മുടെ ഹാർട്ടിയാണെന്ന്. എന്തായാലും കുറെ കാലം ഇവൻ സ്വന്തം പട്ടീനെ പോലെ വളർത്തിയതല്ല. ഇതിന്റെ ഒരു ചെറിയ ഇഷ്ടം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഇത് എന്റെ പട്ടിയാന്ന് പറഞ്ഞിട്ട് ആ പട്ടിപിടുത്തക്കാരിൽ നിന്ന് അതിനെ രക്ഷിക്കുകയാണ്. നമ്മുടെ ഹാർട്ടി ആണെങ്കിൽ ആ ചെക്കനെ കണ്ട സന്തോഷത്തില് അവന്റെ കൂടെ പോകാനായിട്ട് തീരുമാനിക്കുന്നു. എന്നാൽ ഹാർട്ടിനോട് ഈ ചേട്ടൻ ചെക്കനാണെങ്കിൽ അതെ നിന്നെ ഞാൻ രക്ഷിച്ചു എന്ന് വിചാരിച്ചിട്ട് എന്റെ പിന്നാലെ വരാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് ഓടിക്കാനായിട്ട് നോക്കുകയാണ്. അവൻ നമ്മുടെ ഹാർട്ടി ആണെങ്കിൽ അവനെ ഭയങ്കര ദയനീയമായിട്ടാണ് നോക്കുന്നത്. ഈ ചേട്ടൻ ചെക്കൻ എന്തൊക്കെ വഴക്ക് പറഞ്ഞാലും നമ്മുടെ ഹാർട്ടി എന്തായാലും അവന്റെ പിന്നാലെ പോവുള്ളൂ. ഈ ചേട്ടൻ ചെക്കനാണെങ്കിൽ ഹാർട്ടി ഇങ്ങനെ പിന്നാലെ വന്നത് കൊണ്ട് ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് സ്പീഡിൽ നടക്കുകയാണ്. നമ്മുടെ ഹാർട്ടി ആണെങ്കിൽ ഈ
ചേട്ടൻ ചെക്കൻ്റെ പിന്നാലെ ഇങ്ങനെ വരുന്നത് കണ്ടിട്ട് ഈ ചേട്ടൻ ചെക്കൻ്റെ ഫ്രണ്ട്സ് നിന്റെ പട്ടിയാണോ അതെന്ന് ചോദിക്കുന്നു. ചേട്ടൻ ചെക്കനാണെങ്കിൽ എനിക്ക് അതിനെ അറിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വേഗം അവിടുന്ന് പോവാണ്. ഇവിടെ നമ്മുടെ ബുദ്ധിമാനായ ഈ ചെക്കൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ഹാർട്ടിനെ വെച്ച് പിച്ചെടുക്കാനായിട്ട് തുടങ്ങുകയാണ്. ഈ ചേട്ടൻ ചെക്കനാണെങ്കിൽ ആദ്യം ഒന്നും ഇത് മൈൻഡ് ആക്കിയിരുന്നില്ല. എന്നാ പിന്നെ ഹാർട്ടിനെ കൊണ്ട് ഇങ്ങനെ പിച്ചെടുപ്പിക്കുന്നതൊന്നും ഇവനെ ഇഷ്ടപ്പെടുന്നില്ല. ഈ ഹാർട്ടി കാണാണല്ലോ എന്റെ പെങ്ങള് മരിച്ചതെന്ന് ഓർത്ത് ഇവൻ ദേഷ്യത്തിൽ തന്നെയാണ് ആ പട്ടീനോട് പെരുമാറുന്നത്. ദിവസമായിട്ട് ഈ ചേട്ടൻ ചെക്കന് കിട്ടുന്ന കളക്ഷൻ എല്ലാം കുറവാന്ന് പറഞ്ഞു ഗ്യാങ് ലീഡർ ഇവനെ പിടിച്ചടിക്കാണ്. ഇത് കണ്ട് ദേഷ്യം വന്ന് നമ്മുടെ ഹാർട്ടി ആണെങ്കിൽ ഇവനെ രക്ഷിക്കാനായിട്ട് നോക്കുന്നു. ഇയാൾക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഹാർട്ടിനെയും പിടിച്ചടിക്കാണ്. ഇതൊന്നും പോരാത്തതിന് നമ്മുടെ ഹാർട്ടിനെ ഒരു പേ പിടിച്ച പട്ടീന്റെ കൂട്ടിലേക്ക് അങ്ങ് ഇടുന്നു. ആ പേ പിടിച്ച പട്ടിയാണെങ്കിൽ പാവം നമ്മുടെ ഹാർട്ടിനെ വല്ലാണ്ട് ഉപദ്രവിക്കാണ്. പാവം നമ്മുടെ ഹാർട്ടി ആണെങ്കിൽ മേത്ത് മൊത്തം മുറിവായിട്ട് ഒന്ന് അനങ്ങാൻ പോലും പറ്റാണ്ട് ആ കൂട്ട് തന്നെ കിടക്കുകയാണ്. നമ്മുടെ ഹാർട്ടിനാണെങ്കിൽ ഇത്തിരി മനുഷ്യത്വം പോലും ഇല്ലാണ്ട് ആ ഗ്യാങ് ലീഡർ എവിടെയോ കൊണ്ടുപോയി കളയാണ്. നമ്മുടെ ചേട്ടൻ ചെക്കനാണെങ്കിൽ ഹാർട്ടിക്ക് സംഭവിച്ച ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് മനസ്സിലൊതുക്കി വെച്ച എല്ലാ ദേഷ്യവും സങ്കടവും പുറത്തെടുത്തിട്ട് ആ ഗ്യാങ് ലീഡറിനെ പിടിച്ചടിക്കാണ്. ആ ഗ്യാങ്ങിലുണ്ടായിരുന്ന വേറെ ആളുകളൊക്കെ ഈ ചേട്ടൻ ചെക്കനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവന്റെ ഫ്രണ്ട്സ് വേഗം തന്നെ പോലീസിനെ വിളിക്കുന്നു. പോലീസ് അങ്ങോട്ടേക്ക് വരുന്ന സൗണ്ട് കേട്ടപ്പോഴേക്ക് ആ ഗ്യാങ് മൊത്തം അവിടുന്ന് ഓടിപ്പോവാണ്. ചേട്ടൻ ചെക്കൻ ഹാർട്ടിനെ കണ്ടുപിടിക്കാനായിട്ട് തീരുമാനിക്കാണ്. അങ്ങനെ ഒരു ദിവസം ഇവൻ അന്വേഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ കറക്റ്റ് ആ ഗ്യാങ് ലീഡറിന്റെ അടുത്ത് പോയി പെടുകയാണ്. ഇയാളാണെങ്കിൽ അയാളുടെ പേ പിടിച്ച് നടക്കുന്ന ആ പട്ടീനെ ഇവന്റെ നേരേക്ക് അങ്ങ് അഴിച്ചുവിടുന്നു. ആ പട്ടിയാണെങ്കിൽ ഇവനെ കടിക്കാനായിട്ട് വരുമ്പോൾ നമ്മുടെ ഹാർട്ടി വേഗം വന്ന് അവനെ രക്ഷിക്കാനായിട്ട് നോക്കുകയാണ്. ഇവിടെ ഭയങ്കര ഒരു കടിപിടി നടക്കുമെന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും നടക്കില്ല. ആ പേ പിടിച്ച നായന്റെ 2 കുരയ്ക്ക് ഈ ചേട്ടൻ ചെക്കൻ അവിടെ നിന്ന് ഓടിപ്പോവാണ്. അതിന്റെ പിന്നാലെ തന്നെ നമ്മുടെ ഹാർട്ടിയും പാവ ആ പേ പിടിച്ച നായയാണെങ്കിൽ ഇവരെ പിടിക്കാൻ പോകുന്നതിന്റെ ഇടയിൽ ഒരു കാർ ഇടിച്ച് മരിക്കുകയാണ്. ഇവർ രണ്ടുപേരാണെങ്കിൽ ഒന്നും നോക്കാണ്ട് ഉള്ള ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ കുറച്ച് നടന്നപ്പോഴേക്കും നമ്മുടെ ഹാർട്ടിക്ക് നടക്കാനായിട്ട് പറ്റുന്നില്ല. ഇത് കണ്ട് ഈ ചേട്ടൻ ചെക്കൻ വേഗം തന്നെ ഹാർട്ടിനെയും കൊണ്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ആ ഡോക്ടറിനോട് ഇവൻ കാര്യങ്ങളൊക്കെ പറയാണ്. ആ ഡോക്ടറാണെങ്കിൽ ഹാർട്ടിനെ പരിശോധിച്ചിട്ട് ഇവന്റെ പകുതി കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പകുതി കാഴ്ച വെച്ച് എങ്ങനെ നിന്നെ അവൻ കണ്ടുപിടിച്ചു അതിശയം തന്നെ എന്ന് പറയുന്നു. അത് മാത്രല്ല ഹാർട്ടിന്റെ തലയ്ക്ക് നല്ല ഫോഴ്സിൽ ഒരു അടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അധികകാലം ഇത് ജീവനോടെ ഉണ്ടാവില്ല എന്നും പറയുന്നു. ഇത് കേട്ടപ്പോ ആ ചേട്ടൻ ചെക്കന് ശരിക്കും സങ്കടാവുകയാണ്. കാരണം ഇവനെ രക്ഷിക്കാനായിട്ട് നോക്കുമ്പോൾ ആ ഗ്യാങ് ലീഡറിന്റെ അടിയിലാണ് ഹാർട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചത്. ഇവന്റെ അമ്മയാണെങ്കിൽ ഇവൻ അടുത്ത് ചെന്നിട്ട് ഇവനൊന്ന് മൈൻഡ് പോലെ ആക്കുകയോ അനിയത്തിന്റെ കാര്യം അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. ഈ പട്ടിയാണെങ്കിൽ എത്ര ആട്ടി പായിച്ചിട്ട് എന്റെ അടുത്തേക്ക് ഇവൻ അന്വേഷിച്ച് വന്നിരിക്കുകയാണ്. ഒരിറ്റ് സ്നേഹം പോലും കുറയാണ്ട്. ഈ ചേട്ടൻ ചെക്കനാണെങ്കിൽ ഹാർട്ടിനോട് അവനെ ഉപദ്രവിച്ചതിനും ഒറ്റയ്ക്കാക്കിയതിനും ഒക്കെ സോറി പറയാണ്. ഹാർട്ടി ജീവിച്ചിരിക്കുന്ന അത്രയും കാലം അതിനെ ഹാപ്പി ആക്കി വെക്കാലോ എന്ന് വെച്ചിട്ട് ഇവര് തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകുന്നു. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി അനിയത്തിക്കുട്ടി ഉണ്ടായിരുന്ന സമയത്ത് ഡെയിലി സ്കൂളിൽ പോകുമ്പോൾ ബസ് കയറാൻ നിൽക്കുന്ന ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ പോയി ഇരിക്കുകയാണ്. എനിക്ക് അതുവരെ മൂന്നിന്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടും കൂടിയാണ്. ആ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് നമ്മുടെ ഹാർട്ടിനോട് ഇവരുടെ ഹാപ്പി മൊമെന്റ്സ് ഒക്കെ ഈ ചേട്ടൻ ചെക്കൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹാർട്ടിന്റെ അനക്കം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവൻ കുറെ നേരം വിളിച്ചു നോക്കുന്നു. ഹാർട്ടി ആണെങ്കിൽ എണീക്കുന്നില്ല. കുറച്ചു നേരം ഇവൻ ഇങ്ങനെ വിളിക്കുന്നൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ലാസ്റ്റെങ്കിലും ആ പട്ടിക്കുട്ടി എണീക്കൂന്ന്. പക്ഷെ അത് മരിച്ചു പോയിട്ടുണ്ടാകും. ഈ ഒരു മൂവിയിൽ ഈ സീൻ ഭയങ്കര ഒരു ഹാർട്ട് ടച്ചിങ് സീനാണ്. ഈ അമ്മയ്ക്ക് ആ അനിയത്തിക്കുട്ടി മരിച്ച കാര്യമൊക്കെ മനസ്സിലാവുകയാണ്. തന്റെ മോൻ വന്നത് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണെന്നുള്ളതും അവര് മനസ്സിലാക്കുന്നു. അവനോട് എന്താ കാര്യം എന്ന് പോലും ചോദിക്കാതെ അവനെ ഞാൻ ഒറ്റപ്പെടുത്തി പറഞ്ഞു വിട്ടല്ലോ എന്നുള്ള സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ അമ്മയ്ക്ക് ഒരു കാര്യം കൂടി മനസ്സിലാവുകയാണ്. ഒരമ്മയ്ക്ക് വിലപ്പെട്ടത് എപ്പോഴും അവരുടെ മക്കളായിരിക്കും. ചെറിയ പ്രായത്തിൽ നമ്മൾക്കായി ജീവിക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ ആയാൽ പിന്നെയുള്ള ജീവിതം അവരുടെ കൂടെ സന്തോഷമായിട്ടുള്ളതായിരിക്കും. എന്നാൽ ഇവിടെ ഞാനാണെങ്കിൽ എന്റെ ലൈഫ് മാത്രം നോക്കി 2 കുട്ടികളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇങ്ങോട്ട് പോകുന്നു. എന്റെ മക്കൾ എത്രത്തോളം ഒറ്റപ്പെട്ടിട്ടുണ്ടാകും, എത്രത്തോളം സങ്കടപ്പെട്ടിട്ടുണ്ടാകും. എന്റെ മോള് ശരിക്കും മരിക്കാൻ കാരണം ഞാൻ തന്നെയാണല്ലോ എന്നോർത്ത് ഈ അമ്മ ചെയ്ത എല്ലാ തെറ്റുകളും ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഈ അമ്മയാണെങ്കിൽ ചെയ്ത തെറ്റെല്ലാം തിരുത്താൻ വേണ്ടി ആ ചേട്ടൻ ചെക്കനോട് പോയി സോറി പറയാണ്. എന്നിട്ട് അവനോട് ഇനി ഞാൻ എങ്ങോട്ടേക്കും പോണില്ല, നിന്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് അവന്റെ കൂടെ ജീവിക്കാനായിട്ട് തുടങ്ങാണ്. ഈ ചേട്ടൻ ചെക്കനാണെങ്കിൽ അമ്മ വന്നതിൽ സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാണ്ട് ഈ ഹാർട്ടിനെയും അനിയത്തിക്കുട്ടീനെയും പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പേപ്പർ പറന്നു വരാണ്. ഇവൻ അത് നോക്കുമ്പോഴോ അത് അനിയത്തിക്കുട്ടി വരച്ച ചിത്രമായിരിക്കും. ആ ചിത്രത്തിൽ ചേട്ടൻ, അമ്മ, ഹാർട്ടി, ഈ അനിയത്തിക്കുട്ടി എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരിക്കും. എന്റെ അനിയത്തി എന്തായാലും ഒറ്റയ്ക്കല്ല, അവളുടെ കൂടെ എന്റെ ഹാർട്ടി ഉണ്ട്, അവൾക്കൊന്നും വരാതെ അവൻ നോക്കിക്കോളൂ എന്നുള്ള സമാധാനത്തില് ഇവന്റെ അമ്മേന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഇതൊരു മസ്റ്റ് ആൻഡ് വാച്ച് പടം തന്നെയാണ്. ഒരു ചേട്ടനും അനിയത്തിയും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അപ്രതീക്ഷിതമായ ഒരു അതിഥി, അതാണ് നമ്മുടെ ഹാർട്ടി. എല്ലാവരുടെ ജീവിതത്തിലും വിധി വില്ലനായിട്ട് വരുന്നത് പോലെ ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. ഒരു ഡോഗിന്റെ സ്നേഹം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ ഒരു മൂവിന്റെ ഓരോ സീനിലും എടുത്തെടുത്ത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ നമ്മുടെ അനിയത്തിക്കുട്ടിയുടെ ബർത്ത്ഡേക്കാണ് ആദ്യമായിട്ട് ഹാർട്ടിനെ കിട്ടുന്നത്. നിങ്ങളുടെ ബർത്ത്ഡേക്ക് എന്താ കിട്ടിയെന്ന് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം. ഇനി ഇതിപ്പോ ഞാൻ ഷോർട്ട് ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ലോങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇനി എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ. പിന്നെ ബെൽ ബട്ടണും കൂടി ഞെക്കണേ.